ഹലോ മൈ ഡിയർ ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂസ്ഫുൾ ഫോൺ റിലേറ്റഡ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ വിതൗട്ട് എനി ഫർദർ അഡു ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. നിൻ്റെ ശബ്ദം ക്ലിയർ ആവുന്നില്ല, നിൻ്റെ ശബ്ദം ചിന്നി ചിന്നിയായി കേൾക്കുന്നു. ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യുവർ വോയിസ് ഈസ് ബ്രേക്കിംഗ്. യുവർ വോയിസ് ഈസ് ബ്രേക്കിംഗ്. ദയവായി അത് വീണ്ടും പറയാമോ? നിൻ്റെ ശബ്ദം ചിന്നി ചിന്നിയായി കേൾക്കുന്നു. കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്? യുവർ വോയിസ് ഈസ് ബ്രേക്കിംഗ് അപ്പ്. കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്? യുവർ വോയിസ് ഈസ് ബ്രേക്കിംഗ് അപ്പ്. ദയവായി കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കാമോ? കുഡ് യു സ്പീക്ക് അപ്പ് പ്ലീസ്? കുഡ് യു സ്പീക്ക് അപ്പ് പ്ലീസ്? ഇവിടെ സ്പീക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ സംസാരിക്കുക എന്നാണ് അർത്ഥം. നീ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ദയവായി ഒച്ചത്തിൽ പറയൂ. I didn't understand what you just said. Please speak up. I didn't understand what you just said. Please speak up. ശരി, ഞാനിപ്പോൾ ഫോൺ വെക്കുകയാണ്. ഓക്കെ, I am going to hang up the phone now. Hang up എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വെക്കുക, ഫോൺ അവസാനിപ്പിക്കുക, കോൾ അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഓക്കെ, ഐ എം ഗോണ ഹാങ് അപ്പ് നൗ. ഐ എം ഗോണ ഹാങ് അപ്പ് നൗ. അവൻ ഫോൺ വെച്ചു അല്ലെങ്കിൽ അവൻ കോൾ അവസാനിപ്പിച്ചു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹീ ഹങ് അപ്പ് ദ ഫോൺ. ഹീ ഹങ് അപ്പ് ദ ഫോൺ. ഹാങ് അപ്പിൻ്റെ V2 ഫോമാണ് ഹങ് അപ്പ്. ദയവായി ഫോൺ വെക്കല്ലേ നമ്മൾ പറയൂലേ? എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, ഫോൺ വെക്കല്ലേ എന്ന് പറയൂലേ? ഈ ദയവായി ഫോൺ വെക്കല്ലേ എന്ന് എങ്ങനെ പറയാം? പ്ലീസ് ഡോണ്ട് ഹാങ് അപ്പ്. പ്ലീസ് ഡോണ്ട് ഹാങ് അപ്പ്. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. മൈ ബാറ്ററി ഈസ് ഡെഡ് അല്ലെങ്കിൽ മൈ ഫോൺ ബാറ്ററി ഈസ് ഡെഡ്. ക്ഷമിക്കണം, എൻ്റെ ഫോണിന് ചാർജ് ഇല്ലായിരുന്നു. സോറി, മൈ ഫോൺ വാസ് ഡെഡ്. സോറി, മൈ ഫോൺ വാസ് ഡെഡ് അല്ലെങ്കിൽ സോറി, മൈ ഫോൺ വെൻറ്റ് ഡെഡ്. സോറി, മൈ ഫോൺ വെൻറ്റ് ഡെഡ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ കോൾ കട്ട് ചെയ്തു. ഐ എം സോറി, ഐ കട്ട് ഓഫ് ദി ഫോൺ ബൈ ആക്സിഡൻറ്റ്. ഐ എം സോറി, ഐ കട്ട് ഓഫ് ദി ഫോൺ ബൈ ആക്സിഡൻറ്റ്. ഞാൻ എൻ്റെ സുഹൃത്തുമായി സംസാരിക്കുകയായിരുന്നു, അതിനിടയിൽ കോൾ കട്ടായി. ഐ വാസ് സ്പീക്കിംഗ് വിത്ത് മൈ ഫ്രണ്ട് ആൻഡ് ദ കോൾ വാസ് കട്ട് ഓഫ്. ഐ വാസ് സ്പീക്കിംഗ് വിത്ത് മൈ ഫ്രണ്ട് ആൻഡ് ദ കോൾ വാസ് കട്ട് ഓഫ്. സിനിമ തുടങ്ങാൻ പോവുകയാണ്, ദയവായി ഫോൺ ഓഫ് ചെയ്യൂ. പ്ലീസ് ടേൺ ഓഫ് ദ ഫോൺ നൗ. ദ മൂവി ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്. പ്ലീസ് ടേൺ ഓഫ് ദ ഫോൺ നൗ. ദ മൂവി ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്. ദയവായി നിൻ്റെ ഫോൺ ഓൺ ചെയ്യൂ. പ്ലീസ് ടേൺ ഓൺ യുവർ ഫോൺ. പ്ലീസ് ടേൺ ഓൺ യുവർ ഫോൺ. ടേൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഓഫ് ചെയ്യുക, ടേൺ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഓൺ ചെയ്യുക. ക്ഷമിക്കണം, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സോറി, മൈ ഫോൺ വാസ് സ്വിച്ച്ഡ് ഓഫ്. സോറി, മൈ ഫോൺ വാസ് സ്വിച്ച്ഡ് ഓഫ്. ദയവായി എനിക്ക് മാനേജറുമായി ഒന്ന് കണക്റ്റ് ചെയ്തു തരാമോ? കുഡ് യു പുട്ട് മീ ത്രൂ ടു ദ മാനേജർ പ്ലീസ്? കുഡ് യു പുട്ട് മീ ത്രൂ ടു ദ മാനേജർ പ്ലീസ്? നമുക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടി കണക്റ്റ് ചെയ്ത് തരാൻ പറയാവുന്നൊരു ഫ്രേസാണ് പുട്ട് മീ ത്രൂ എന്നുള്ള ഫ്രേസ്. ശരി, കാത്തിരിക്കൂ, ഞാൻ നിങ്ങളെ മാനേജറുമായി കണക്റ്റ് ചെയ്യാം. ഓക്കെ, പ്ലീസ് ഹോൾഡ് ഓൺ ദ ലൈൻ. ഐ വിൽ പുട്ട് യു ത്രൂ ടു ദ മാനേജർ. ഓക്കെ, പ്ലീസ് ഹോൾഡ് ഓൺ ദ ലൈൻ. ഐ വിൽ പുട്ട് യു ത്രൂ ടു ദ മാനേജർ. ഫോൺ താഴെ വെച്ച് നിൻ്റെ ഹോംവർക്ക് ചെയ്യൂ. ഇത് കുട്ടികളോട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫ്രേസാണ്. പുട്ട് യുവർ ഫോൺ ഡൗൺ ആൻഡ് ഡു യുവർ ഹോംവർക്ക്. പുട്ട് യുവർ ഫോൺ ഡൗൺ ആൻഡ് ഡു യുവർ ഹോംവർക്ക്. നീ അവിടെ എത്തിയ ഉടനെ എന്നെ വിളിക്കണം. കോൾ മീ ആസ് സൂൺ ആസ് യു ഗെറ്റ് ദെയർ. കോൾ മീ ആസ് സൂൺ ആസ് യു ഗെറ്റ് ദെയർ. എനിക്ക് വീണയെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, അവൾ ഫോൺ എടുക്കുന്നില്ല. ഐ കാൺട്ട് ഗെറ്റ് ത്രൂ ടു വീണ. ഷി ഡസൻറ്റ് ആൻസർ ഹെർ ഫോൺ. ഐ കാൺട്ട് ഗെറ്റ് ത്രൂ ടു വീണ. ഷി ഡസൻറ്റ് ആൻസർ ഹെർ ഫോൺ. എൻ്റെ ഫോൺ റിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൈ ഫോൺ ഈസ് റിങ്ങിങ്. മൈ ഫോൺ ഈസ് റിങ്ങിങ്. നിങ്ങളുടെ ഫോൺ റിങ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു.
I think your phone is ringing. I think your phone is ringing. നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ? Can you hear me? Can you hear me? എനിക്ക് നിന്നെ ശരിയായി കേൾക്കുന്നില്ല. എനിക്ക് നിന്നെ ശരിയായി കേൾക്കാനാകുന്നില്ല. I can't hear you clearly. I can't hear you clearly. അല്ലെങ്കിൽ I can barely hear you. I can barely hear you. നിങ്ങൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത്? Who would you like to speak to? Who would you like to speak to? നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ ഏതാണ്? What number did you dial? What number did you dial? രാവിലെ മുതൽ ഞാൻ നിങ്ങളെ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. I have been trying to call you since morning. I have been trying to call you since morning. പക്ഷേ നീ ഫോൺ എടുക്കുന്നില്ല. But you are not picking up the phone. But you are not picking up the phone. ഞാൻ കഴിഞ്ഞ രാത്രി നിന്നെ വിളിച്ചു, പക്ഷേ നീ ഫോൺ എടുത്തില്ല. I called you last night, but you didn't pick up. I called you last night, but you didn't pick up. അവൻ എൻ്റെ കോളിന് ഉത്തരം നൽകുന്നില്ല. He is not answering my call. അല്ലെങ്കിൽ He is not picking up my call. He is not picking up my call. എന്തുകൊണ്ടാണ് നീ ഫോൺ എടുക്കാതെ ഇരിക്കുന്നത്? Why are you not picking up the phone? Why are you not picking up the phone? ദയവായി ഒരു മിനിറ്റ് കാത്തിരിക്കുമോ? Will you kindly wait for a minute? Will you kindly wait for a minute? അല്ലെങ്കിൽ Will you please hold on for a minute? Will you please hold on for a minute? നാളെ രാവിലെ എനിക്ക് വീണ്ടും വിളിക്കാമോ? Could you call me back again tomorrow morning? Could you call me back again tomorrow morning? ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്. ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കട്ടെ. I am in a meeting now. Can I call you back? I am in a meeting now. Can I call you back? ഞാൻ പിന്നീട് വിളിക്കാം. I will call back later. I will call back later. അവനോട് എന്നെ തിരിച്ചു വിളിക്കാനായി പറയാമോ? Can you ask him to call me back? Can you ask him to call me back? ഇവിടെ സിഗ്നൽ കുറവാണ്. The signal is weak here. The signal is weak here. ഞാൻ നല്ലൊരു സ്ഥലത്തേക്ക് നീങ്ങട്ടെ. Let me move to a better spot. Let me move to a better spot. ഞാൻ നിൻ്റെ ഫോൺ ഒന്നെടുത്തോട്ടെ. Can I borrow your phone? Can I borrow your phone? ഞാൻ നിൻ്റെ നമ്പർ സേവ് ചെയ്യാം. I will save your number. I will save your number. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. And don't forget to enable the bell icon. Thank you once again for watching my video.